സൗഹൃദങ്ങൾക്ക് ആത്മാർത്ഥത നഷ്ടപ്പെട്ട ഈ ഒരു കാലഘട്ടത്തിൽ രാജ്യത്തിൻ്റെ അതിരുവരമ്പുകളില്ലാതെ ഒരു കപ്പൽ യാത്രയിൽ തൻ്റെ സ്നേഹിതനായ ചൈനക്കാരൻ കടൽ ചൊരുക്കിൽ കഷ്ടപ്പെടുന്ന യാത്രക്കാരെ സഹായിക്കുന്നത് കണ്ട് വർഷങ്ങളോളമുള്ള തൻ്റെ കഠിനമായ പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയ ഒരു മാജിക് മരുന്നിൻ്റെ ഫോർമുല തൻ്റെ സ്നേഹിതന് സമ്മാനിച്ച് ഇത് നിനക്ക് ഭാവിയിൽ ഉപകാരപ്പെടുമെന്ന് ഉപദേശിച്ച് യാത്രയായ ഒരു ജർമ്മൻകാരനായ ഡോക്ടർ. വിദേശത്ത് ജോലി ചെയ്യുന്ന ഓരോ പ്രവാസികളോടും നാട്ടുകാരും വീട്ടുകാരും നാട്ടിലേക്ക് വരുമ്പോൾ കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു മരുന്ന്. ജലദോഷം, വയറുവേദന, തലവേദന എന്നിങ്ങനെയുള്ള ഒട്ടനവധി രോഗങ്ങൾക്ക് പെട്ടെന്ന് ഫലസിദ്ധി ലഭിക്കുന്നതും നിർമ്മിച്ച അന്ന് മുതൽ ഗുണനിലവാരത്തിലോ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസുകളിലോ ഒരു മാറ്റവും വരാതെ ഇന്ന് ആധുനിക ടെക്നോളജിയിൽ നിർമ്മിക്കുന്ന ആക്സ് യൂണിവേഴ്സൽ ഓയിൽ എന്ന മലയാളികളുടെ കോടാളി തൈലത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സുഹൃത്തുക്കളെ, വീട് സംബന്ധമായ കാര്യങ്ങളും മറ്റ് നാട്ടുകാര്യങ്ങളുമാണ് ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജ് വഴിയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. കോടാളി തൈലത്തെ പലരും ഒരു ചൈനീസ് മരുന്നായിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ ഇതൊരു യൂറോപ്യൻ സാങ്കേതിക വിദ്യയും ഏഷ്യൻ പാരമ്പര്യവും ചേർന്ന ഒരു മരുന്നാണ്. 1920 ചൈനയിലെ ഗുവാങ്ടോങ്ങിൽ നിന്ന് മെച്ചപ്പെട്ട ഒരു ജീവിതവും ഉയർന്ന വരുമാനവും പ്രതീക്ഷിച്ച് അന്ന് പുരോഗതിയിലേക്ക് കുതിക്കുന്ന സിംഗപ്പൂരിലേക്ക് യാത്രയാകുന്ന ലുങ് കൈ ഫൂക്ക് എന്ന 20കാരൻ ഒരു യുനാനി വൈദ്യ കുടുംബത്തിൽ പിറന്ന ഫൂങ്ങിന് സിംഗപ്പൂരിലും ലഭിച്ചത് ഒരു ഔഷധശാലയിലാണ് ജോലി. മരുന്ന് നിർമ്മാണത്തിൻ്റെ ചില ആവശ്യങ്ങൾക്കായി വരുന്ന വിദേശ ഡോക്ടറായ ഷെമിഡിലാർ എന്ന ജർമ്മൻ ഡോക്ടറുമായി ഫൂങ് കൈ സൗഹൃദത്തിലാകുകയും ഇവർ പലപ്പോഴും ഒരുമിച്ച് യാത്ര ചെയ്യുകയും അത്തരത്തിലുള്ള ഒരു കപ്പൽ യാത്രയിൽ കടൽ ചൊരുക്കുകൊണ്ട് ഛർദ്ദിക്കുകയും തലകറങ്ങുകയും ചെയ്യുന്ന യാത്രക്കാരെ സഹായിക്കുന്ന ഫുങ് കൈ ഫൂക്കിൻ്റെ ആത്മാർത്ഥതയും പരിചരണ മനോഭാവവും ഷെമിഡിലാർ ഡോക്ടർക്ക് ഇഷ്ടപ്പെടുകയും താൻ വർഷങ്ങളോളം പരീക്ഷണം നടത്തി കണ്ടെത്തിയ ഒരു മരുന്നിൻ്റെ ഫോർമുല ഫുങ്ങിന് സമ്മാനിക്കുകയും ഇത് നിനക്ക് ഭാവിയിൽ ഉപകാരപ്പെടും എന്ന് ഉപദേശിക്കുകയും ഇത് പ്രകാരമാണ് കോടാളി തൈലത്തിൻ്റെ ഉത്ഭവം എന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഒട്ടുമിക്കതും യൂറോപ്യൻ മരുന്നുകളാണ്. മിത്തോൾ, മീഥൈൽ സൽസലേറ്റ്, യൂക്കാലിപ്സ്. ഇതിൽ ഒരു പക്ഷേ ഏഷ്യൻ മരുന്നെന്ന് പറയാൻ പറ്റുന്നത് കർപ്പൂരം മാത്രമായിരിക്കും. മരുന്നിൻ്റെ ഫോർമുല ലഭിച്ചിട്ടും നിർമ്മാണത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ലഭിക്കുന്നതിനായി കുറച്ചു കാലം കൂടി ഔഷധശാലയിൽ ജോലി ചെയ്ത ശേഷം ഇതിൽ തൻ്റേതായ രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തി, അതായത് ഏഷ്യൻ രീതിയിൽ കർപ്പൂരവും ചേർത്ത് 1928 അദ്ദേഹം തൈലം നിർമ്മിച്ചെങ്കിലും നല്ലൊരു പേര് കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ധാരാളം മരുന്നുകൾ സിംഗപ്പൂരിൽ അന്ന് ലഭ്യമായിരുന്നു. അതിന് എല്ലാം തന്നെ പൂവുകളുടെയും ശലഭങ്ങളുടെയും
മനോഹരമായ പേരുകളാണ് അവർ നൽകിയിരുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ സിംഗപ്പൂർ പുരോഗതിയിലേക്ക് കുതിക്കുന്നതിനായി കാടുകൾ വെട്ടിത്തെളിച്ച് തുറമുഖങ്ങളും കെട്ടിടങ്ങളും റോഡുകളും പണിയുന്ന തിരക്കിലായിരുന്നു സിംഗപ്പൂർ ഗവൺമെൻറ്. പണിക്കേറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നതാവട്ടെ മൂർച്ചയേറിയ മഴുവും. ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അദ്ദേഹം തൻ്റെ മരുന്നിന് ആക്സ് എന്ന് പേരു നൽകി. ഇതിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് വേദനയെ ഒറ്റ വെട്ടിന് മുറിച്ചു മാറ്റുക എന്നാണ്. കോടാളിത്തൈലം കൂടുതൽ പ്രശസ്തമാകുന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്താണ്. ഈ ഒരു കാലഘട്ടത്തിൽ മരുന്നുകളുടെ ലഭ്യതക്കുറവും ജപ്പാൻ സിംഗപ്പൂർ പിടിച്ചടക്കിയപ്പോൾ മഴയത്തും മഞ്ഞത്തും ജോലി ചെയ്യുന്ന സൈനികർ കൂടുതലും ഉപയോഗിച്ചിരുന്ന മരുന്ന് കോടാളിത്തൈലമായിരുന്നു. ഇതുകൂടാതെ ഏഷ്യയിലെ ഏറ്റവും വലിയ തുറമുഖമായ സിംഗപ്പൂർ അന്ന് വലിയ ചരക്ക് കപ്പലുകൾ സിംഗപ്പൂരിൽ വന്നതിന് ശേഷം ചെറിയ കപ്പലുകളിലേക്ക് മാറ്റിയാണ് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയിരുന്നത്. അതുപോലെ തന്നെ യാത്രക്കാരും ഇത്തരത്തിൽ തന്നെയാണ് പോയിരുന്നത്. അതുകൊണ്ടു തന്നെയും തൻ്റെ തൈലം വിൽക്കുന്നതിന് ഏറ്റവും പറ്റിയ സ്ഥലം തുറമുഖമാണെന്ന് ഫുങ് കണ്ടെത്തുകയും ദിവസവും തൻ്റെ തൈലവുമായി തുറമുഖത്തെത്തുകയും കടൽ ചൊരുക്കിനുള്ള ഏറ്റവും നല്ല മരുന്നായി ഫുങ്ങിൻ്റെ കോടാളിത്തൈലം മാറുകയും ചെയ്യുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ ഹജ്ജ് യാത്രയ്ക്കായി തീർത്ഥാടകർ പോയിരുന്നത് കപ്പലിലാണ്. ആഴ്ചകളോളമുള്ള യാത്രയിൽ കടൽ ചൊരുക്കിൽ ഉണ്ടാകുന്ന തലവേദനയും ജലദോഷവും മാറ്റുന്നതിനായി പലരും കയ്യിൽ കോടാളിത്തൈലം കരുതി തുടങ്ങിയതോടെ ഇത് സൗദി അറേബ്യയിൽ വ്യാപിക്കുകയും ഇത് തീർത്ഥാടകരിൽ നിന്ന് തീർത്ഥാടകരിലേക്ക് കൈമാറ്റം നടക്കുകയും പിന്നീട് ഈ തൈലത്തെ ഹജ്ജ് ഓയിൽ എന്നും അറിയപ്പെടുന്നുണ്ട്. മലേഷ്യ, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിൽ പ്രായമായവർ ഇത് കൂടുതൽ ഉപയോഗിച്ചു തുടങ്ങിയതോടെ അവിടെ ഇതിനെ ഗ്രാൻഡ്മാ സ്മൽ എന്ന് തമാശയായി പറയാറുണ്ട്. ഇന്ന് കോടിക്കണക്കിന് രൂപ ചിലവാക്കി പരസ്യങ്ങൾ നടത്തി പല പ്രൊഡക്റ്റുകളും ലോകത്ത് വ്യാപിക്കുമ്പോൾ ഒരു പരസ്യവുമില്ലാതെ തുറമുഖങ്ങളിലൂടെയും ഹജ്ജ് യാത്രയിലൂടെയും ലോകത്തിൻ്റെ ഒട്ടുമിക്ക മൂലകളിലും വീടുകളിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി മാറിയിരിക്കുകയാണ് ഇന്ന് കോടാളിത്തൈലം. ഒരു പക്ഷേ അതിന് പ്രധാന കാരണം അന്ന് നിർമ്മിച്ചിരുന്ന ചൈനീസ് മരുന്നുകൾ എല്ലാം തന്നെ കടുപ്പമേറിയതും കറുപ്പു നിറത്തോടു കൂടിയതായതുകൊണ്ട് വസ്ത്രങ്ങളിൽ കറ പിടിക്കുകയും എന്നാൽ ഇത്തരത്തിൽ ഒന്നുമില്ലാത്ത നല്ല സ്മെല്ലോട് കൂടിയ കോടാളിത്തൈലത്തെ എല്ലാവരും ഇഷ്ടപ്പെടുകയും അത് ഇന്നും തുടർന്നു പോരുകയാണ്. ഇന്നും കോടാളിത്തൈലം നിർമ്മിക്കുന്നത് ഫുങ്കൈ ഫൂക്കിൻ്റെ കുടുംബം തന്നെയാണ്. കമ്പനിയുടെ പേര് LKF മെഡിക്കൽസ് എന്നാണ്. ക്വാളിറ്റിയിലോ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസിലോ മാറ്റം വരുത്താതെ ഇന്ന് അത്യാധുനിക രീതിയിൽ നിർമ്മിക്കുന്ന കോടാളിത്തൈലം ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. ഇപ്പോൾ ആക്സ് യൂണിവേഴ്സൽ ഓയിൽ എന്ന മലയാളികളുടെ കോടാളിത്തൈലത്തെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്ന് കരുതുന്നു. ഇതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും എന്തെല്ലാം രോഗത്തിന് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതും ഒട്ടനവധി വീഡിയോ യൂട്യൂബിലുള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഈ ചാനൽ വിശദീകരിക്കുന്നില്ല. കമ്പനിയുടെ ചരിത്രം മാത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ചാനലിൻ്റെ ലക്ഷ്യം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.
നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം പൂമുഖം. നന്ദി, നമസ്കാരം.